അസ്സലാമു അലൈക്കും ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണത്തിന് ശേഷം നമ്മളെ പല ആളുകൾക്കും നല്ലൊരു ശീലമുണ്ട്, എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം. എന്തെങ്കിലും ജിലേബി എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ശർക്കര എടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി വീട്ടിൽ ഒരു മധുരം ഇല്ലെങ്കിൽ പഞ്ചസാര കോരിയിട്ടെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറുള്ള ആളുകൾക്ക് പറയണ്ടല്ലോ, എന്തായാലും അത് നല്ല കേടാണ്. ഷുഗർ നല്ലതായിട്ട് കയറും. ഇനി ഷുഗർ ഇല്ലാത്ത ആൾക്കാർ തന്നെ എനിക്കിപ്പോൾ ഷുഗറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത ഭാവിയിൽ തന്നെ നമുക്ക് ഷുഗർ വരും. അത് ഏകദേശം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ശീലമുള്ള ആളുകൾക്ക് ഒരു സമാധാനത്തോടു കൂടെ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വായൻ്റെ ആ ഒരു എരിവും പുളിയൊക്കെ പോകാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന 4 ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിച്ചാൽ നമുക്ക് കേടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ദഹനത്തിനും നല്ല സാധനമാണ്. ഒന്നാമത്തെ, നമുക്ക് ഫ്രൂട്ട്സുകൾ കഴിക്കാം. ഫ്രൂട്ട്സ് ആകുമ്പോൾ നല്ലത് നമുക്ക് ഓറഞ്ച് കഴിക്കാം, മുസമ്പി കഴിക്കാം, ആപ്പിൾ. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് കഴിക്കുന്നത്. ഭക്ഷണത്തിന് ശേഷം കഴിച്ചാലും നല്ലതെന്ന് പറയുന്നത്. ഇതൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കരുത് കേട്ടോ. ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നേരത്തെ നിങ്ങൾ മധുരം കഴിക്കുന്നതിനാട്ടിയും പ്രശ്നമാണ്. കാരണം ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണോ, ഒരു ആപ്പിളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുകയുള്ളൂ. മാക്സിമം ഒരു ആപ്പിളൊക്കെ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ജ്യൂസ് അടിക്കുമ്പോഴോ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവണമെങ്കിൽ ഏകദേശം 1-1.5-2 ആപ്പിൾ വേണ്ടി വരും, നല്ലൊരു ജ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ കഴിക്കുന്നതിൻ്റെ പകരം 2 ആപ്പിൾ കഴിക്കുകയാണ്. പിന്നെ അതല്ലാതെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ട് കുറയും. ഇത് പെട്ടെന്ന് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഷുഗർ പെട്ടെന്ന് ബോഡിയിൽ കൂടിയിട്ട് ഷുഗർ വരാനുള്ള സാധ്യതയും കൂടും. അതാണ് ജ്യൂസിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ജ്യൂസ് അടിച്ച് കുടിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ പച്ചക്കറികൾ പെട്ടിട്ടുള്ള കുക്കുംബർ, നമ്മൾ കക്കരിക്ക ഉണ്ടല്ലോ, അത് കഴിക്കാം. പിന്നെ ക്യാരറ്റും കഴിക്കാം. ഇതും ഞാൻ പറയുകയാണ്, ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും, പക്ഷെ അങ്ങനെ കഴിക്കരുത്. കക്കരിക്ക നമ്മൾ കഷ്ണങ്ങളാക്കി കഴിക്കാറില്ലേ, അത് വളരെ നല്ലതായിരിക്കും. വേണമെങ്കിൽ കുറച്ചൊരു കുരുമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ നമുക്ക് ക്യാരറ്റ് നമുക്ക് കഷ്ണങ്ങളാക്കി അങ്ങനെ കടിച്ച് തിന്നാം. വൈറ്റമിൻ എ, കരോട്ടീനുള്ള നല്ലൊരു സാധനമാണ് ക്യാരറ്റ്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച കൂടാനും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. മൂന്നാമത്തെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചോക്ലേറ്റ് നിൽക്കുമ്പോൾ ആരും അന്തം പെടണ്ട. നമ്മൾ നാട്ടിൽ പോയി കണ്ടത് ഡയറി മിൽക്ക് അങ്ങനത്തെ ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ കയ്പുള്ളൊരു സാധനമാണ്, ഭയങ്കര ചവർപ്പാണ്. ഈ ചവർപ്പുള്ള സാധനത്തേക്ക് മധുരം അങ്ങോട്ട് ഇട്ടിട്ട് ആഡ് ചെയ്താണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ചോക്ലേറ്റ്. അങ്ങനെ ചോക്ലേറ്റ് ആ മധുരമായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നത് 10-20% ചോക്ലേറ്റ് ഉണ്ടാവുകയുള്ളൂ, കൊക്കോ ഉണ്ടാവുകയുള്ളൂ, ബാക്കിയൊക്കെ മധുര, ഒരു 50% കൂടുതൽ മധുര. അതാണ് കുട്ടികൾക്ക് ഈ ചോക്ലേറ്റ് വല്ലാതെ കൊടുക്കരുത് എന്ന് പറയുന്നത്. ഫുള്ള് മധുരമാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് ഭാവിയിൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമ്മൾ പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റാണ് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നത്. ഈ ഡാർക്ക് ചോക്ലേറ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പുറത്ത് എഴുതിക്കണോ ശ്രദ്ധിക്കണം. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ 70% കൊക്കോവ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. കൊക്കോ 70% ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് വാങ്ങിയിട്ട് ഭക്ഷണത്തിന് ശേഷം ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഇതൊക്കെ പോയി കിട്ടും. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ദഹനം കൂടും എന്നുള്ളതൊക്കെ നമുക്ക് ചില പഠനങ്ങൾ നോക്കി കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് യോഗേട്ട് എന്ന് പറയുന്നത്. ഈ യോഗേട്ട് കഴിച്ചാൽ നമ്മൾ കുടലുകളുടെ ആരോഗ്യം കൂടും എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ വാങ്ങി കഴിക്കുക. അത് വീട്ടിൽ കുറച്ച് കുറഞ്ഞ് വെക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് വായിലിട്ട് കഴിച്ചു നോക്കി, വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഗ്യാസ് ഏമ്പക്കം വരുന്ന ആളുകൾക്ക് ബെസ്റ്റായിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് മോരെടുക്കുക, അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അത് മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം അതൊന്ന് കുടിച്ചു നോക്കി. നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം കുടിച്ചു നോക്കി, ഈ ഗ്യാസ് വരുന്ന ബുദ്ധിമുട്ട് നമുക്ക് നല്ലോണം കുറഞ്ഞു കിട്ടും. ഇനി മോര് കിട്ടിയില്ല എന്ന് വെച്ചോ, മോര് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഇഞ്ചി കഷ്ണം കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അത് കുറച്ച് നേരം തിളപ്പിക്കുക, ഒരു 10 മിനിറ്റൊക്കെ തിളപ്പിച്ചതിന് ശേഷം അത് നിങ്ങൾ കുടിക്കുക. ജിഞ്ചർ ടീ എന്ന് പറയില്ലേ, ചായ അല്ല കേട്ടോ, ചായപ്പൊടി ഇടരുത്, പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം കുടിക്കുക. ഇത് നമുക്ക് ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ചായ കുടിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് ശേഷം ചായ കുടിക്കുന്നത് നമുക്ക് അത് ദഹനത്തിനെ ബാധിക്കും. മാത്രമല്ല നമ്മുടെ അയൺ, ഇരുമ്പിൻ്റെ അംശം ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണത് കുറച്ചിട്ട് നമുക്ക് ബ്ലഡ് കുറയുന്ന ഒരു പ്രശ്നം, ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ചായ വേണ്ട, ഈ ഇഞ്ചി ഇട്ടിട്ട് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ട് തൊള്ള നന്നാക്കുക എന്നൊക്കെ നമ്മൾ മലപ്പുറത്ത് പറയാം. വായൻ്റെ രുചി മാറ്റുക എന്നുള്ളത്, ആ കയ്പും പുളിയൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ആ പരിപാടി, തൊള്ള നന്നാക്കുക എന്നുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലും എത്തട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതിക് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ.